ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ഇതിനകത്ത് ആളില്ല. കൗണ്ടറിൽ, ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ല. അതായത് ഈ മെട്രോ സ്റ്റേഷനിൽ ഇപ്പോ ആളില്ല. അതായത് മെട്രോ സ്റ്റേഷനിൽ അല്ല, മെട്രോ എടുക്കാനായിട്ട് ആളില്ല. മെട്രോ സ്റ്റേഷനിൽ ആളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പീക്ക് അവേഴ്സിൽ 4 പേര് ഇരിക്കേണ്ട ഡ്യൂട്ടിയിൽ ഒരാൾ മാത്രം ഇരിക്കുകയാണ്. ഒറ്റൊരാളേ ഉള്ളൂ ഡ്യൂട്ടിക്ക്. മാത്രമല്ല, ക്രൗഡ് ടിക്കറ്റിലെ ക്യൂ മെട്രോന്റെ ഗേറ്റും കഴിഞ്ഞ് ഇവിടം വരെയാണ്. അതായത് ഫുട്പാത്ത് വരെ ക്യൂ നിൽക്കുന്നത്. അതായത് 4 പേര് നിൽക്കേണ്ട സ്ഥലത്ത് ഒരാളെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ. അത് മാത്രമല്ല, താഴത്തെ അവസ്ഥ മോളിലെ കൗണ്ടറില് ലുലു മാളിൽ അകത്തോട്ട് വരെ ക്യൂ നിൽക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 2-3 മണിക്കൂർ ക്യൂ മണിക്കൂറെങ്കിലും നിൽക്കേണ്ട അവസ്ഥയാണ്. അത് മാറ്റി മെട്രോന്റെ ഒരു അനാസ്ഥയായിട്ട് തന്നെയാണ് ചേട്ടൻ പറയുന്നത്. മെട്രോനെ തീർച്ചയായും അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ ഇരിക്കേണ്ട കൗണ്ടറിൽ അല്ല 4 പേര് ഇരിക്കേണ്ട കൗണ്ടറിൽ ഒരാൾ മാത്രം ഇരിക്കുക. അതും ഈ പീക്ക് അവേഴ്സ്. എടപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ നടക്കുക. അടുത്തൊരു മാസത്തേക്ക് ഇവിടെ നല്ല ക്രൗഡ് ആയിരിക്കും. അല്ലെങ്കിലും സൺഡേസിൽ ലുലു മാൾ നല്ല ക്രൗഡുള്ള സാധനങ്ങളുള്ളത്. അപ്പൊ ഞാനത് എസ്എമ്മിനോട് പറഞ്ഞു, അവർ ചെയ്യാന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഇത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പാടുമാണ്. ഇപ്പോഴും ഒരേ ഒരു വ്യക്തി മാത്രം അവിടെ ഇരിക്കുന്നുള്ളൂ. ഒരു വ്യക്തി മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരാളെ കൂടി കൊണ്ടിരുത്തിയോ? 2 പേരേ ഉള്ളൂ. എന്താണ് ഇവിടേക്ക് ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ലെന്നാണോ തോന്നുന്നത്? റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നല്ല, സ്റ്റാഫ് ലീവിന് പോവാണ്, അവർക്ക് ഓൺ ഡ്യൂട്ടി ഇല്ല എന്ന് പറയും. ഈ പീക്ക് അവേഴ്സ് എങ്കിലും സ്റ്റാഫ് വേണം. അറ്റ്ലീസ്റ്റ് ഒരു 4 to 8 എങ്കിലും ഈവനിങ്, എസ്പെഷ്യലി ഓൺ സൺഡേസ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളാണ് ആൾക്കാർ കുറവെന്ന് എനിക്ക് തോന്നാനുള്ള. സൺഡേയും സാറ്റർഡേ ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ. ഇപ്പൊ എടപ്പള്ളി പള്ളിയിൽ ഈ കൗണ്ടറിൽ ഇരിക്കുന്നവർ സാറ്റർഡേ സൺഡേ കുറവാണല്ലേ. പക്ഷേ നഗരത്തിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് ഇതൊരു ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് കാണുന്നുണ്ടല്ലേ? അല്ല, അതിന് ഉത്തരവാദപ്പെട്ട മെട്രോ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം. എന്നിട്ട് ജനങ്ങൾക്ക് സുഗമമായി യാത്രാ സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ വളരെ ശോചനീയമാണ്. അതായത് നമ്മൾ താഴേക്കൂടി ഈ മെട്രോ വന്നതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് താഴേക്കൂടി ബ്ലോക്ക് ഇല്ലാതെ മേളിൽ കൂടി നമുക്ക് പോകാനുള്ളതാണ്. ബ്ലോക്ക് ഇവിടെയാണ് വന്നേക്കുന്നത്. അതാണ് മൊത്തം വന്നേക്കുന്നത്. അതിപ്പോ കുറച്ചു മുമ്പ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇവിടം വരെ കൗണ്ടറിൽ ആള് നിൽക്കായിരുന്നു. മൊത്തം ക്യൂ ആയിരുന്നു അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് അറിയേണ്ടവർ അറിയണം, അതിന് ചെയ്യേണ്ടത് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ, പറയാം.